സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ഏറ്റവും ഒടുവിലത്തെ അലർട്ട് അനുസരിച്ച് 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഒപ്പം തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ഈ നിരീക്ഷണ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ, ഇടുക്കി ജില്ലയിൽ, കോട്ടയം ജില്ലയിലാണ്. പത്തനംതിട്ടയിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം, ഗൂഗിളിലേക്ക്. യെസ്, ഗൂഗിളിലേക്കാണ്. ഗൂഗിൾ, അതായത് മഴ കനത്ത നാശം വിതച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പല വീടുകളും വെള്ളത്തിനടിയിൽ, നദികൾ കരകവിഞ്ഞൊഴുകുന്നു. അങ്ങനെ വലിയ ഒരു ആശങ്കയുണ്ട്. എന്താണ് സ്ഥിതി ഇപ്പോൾ? അവിടെ വീടുകളിൽ വെള്ളം കയറി എന്ന് പറയുന്നു. അവിടെ ഉള്ളവരെ ഒഴിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം? രാഖി, റാന്നി മേഖലയിലൊക്കെ വീടുകളിൽ വ്യാപകമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. 100ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 6 മണിയോടുകൂടി തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഒപ്പം ഇപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഈ മണിയാർ ഡാമിന് സമീപത്തുള്ള ഒരു വീട് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ കനത്ത മഴയിൽ തകർന്നു പോയി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്നത്. രമേശൻ കൊച്ചുവെളിയിലിൻ്റെ വീടാണ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുള്ളത്. ഒപ്പം ജില്ലയിൽ ഒരു വീട് ഭാഗികമായിട്ട് കൂടി തകർന്നു. അതും ഈ മണിയാർ ഡാമിന് സമീപത്ത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഭാഗികമായിട്ട് തകർന്ന വീട് വാലുപറമ്പിൽ ശാന്ത എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. ഇങ്ങനെ 2 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ഈ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിറ്റാറ്, റാന്നി ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലേക്കും ബസ് സർവീസുകൾ നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബസ് സർവീസുകൾ പൂർണ്ണമായിട്ടും ആ ഭാഗത്തേക്ക് നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകേണ്ട ആളുകളുണ്ട്. അവരൊക്കെ പോകാൻ സാധിക്കാതെ, വാഹന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ബസ് സർവീസ് പൂർണ്ണമായിട്ടും ചിറ്റാറ്, റാന്നി തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് നിലച്ചിരിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ജില്ലയിലെ പല ഭാഗങ്ങളിലും റോഡുകളിലേക്ക് ഈ മരങ്ങളടക്കം വീണുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പന്തളം ഭാഗത്തൊക്കെ രാവിലെ വലിയ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന നടപടികൾ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പല ഭാഗങ്ങളിലും ഈ ഇലക്ട്രിക് പോസ്റ്റുകളടക്കം കടപുഴകി വീണുകൊണ്ടും, ഒപ്പം റോഡിലേക്ക് മണ്ണും ചെളിയുമൊക്കെ വന്ന് വീണും, ഒപ്പം വെള്ളക്കെട്ട് രൂപപ്പെട്ടും ഒക്കെ ഗതാഗത തടസ്സം രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട്. എന്തായാലും രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ മഴയ്ക്ക് നേരിയ ശക്തിക്കുറവുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവപ്പെടുവാനും സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും നദികളിൽ ജലനിരപ്പ് എങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അച്ചൻകോവിൽ, പമ്പ തുടങ്ങിയിട്ടുള്ള പ്രധാന നദികളൊക്കെ തന്നെ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഒഴുക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അച്ചൻകോവിലാറിൻ്റെ ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചൻകോവിലാറിൻ്റെ വലിയ മരങ്ങളും തടികളും അടക്കം ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വലഞ്ചുഴി ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ നദി കരകവിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. ഒപ്പം എന്തായാലും ഇവിടെയൊക്കെ ഈ എല്ലാ വർഷവും ഈ വെള്ളക്കെട്ട് പതിവുള്ളതാണ്. പക്ഷേ ഈ വർഷം എന്തായാലും ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ രീതിയിൽ വെള്ളം കയറുന്നത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ എന്തായാലും വലിയ വെള്ളക്കെട്ട് ഉണ്ടായിട്ടിരുന്നില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളം അല്ലെങ്കിൽ ജലനിരപ്പ് കൂടുതലായിട്ട് ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പമ്പാ നദിയും വലിയ ക്രമാതീതമായിട്ട് പമ്പാ നദിയിലും ജലനിരപ്പ് ഉയർന്നിരിക്കുന്നുണ്ട്. ആറന്മുള ഭാഗങ്ങളിലൊക്കെ തന്നെ പമ്പാ നദി കരകവിഞ്ഞിട്ടുണ്ട്. സത്രക്കടവ് ഭാഗങ്ങളിലൊക്കെയാണ് നദി കരകവിഞ്ഞ് റോഡിലേക്കടക്കം വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റാന്നി ഭാഗത്താണ്. റാന്നി, കോന്നി തുടങ്ങിയിട്ടുള്ള താലൂക്കുകളിലാണ് പൂർണ്ണമായിട്ടും വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി തന്നെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. 100-ലധികം വീടുകളിൽ വെള്ളം കയറിയതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും NDRF സംഘം അടക്കം അവിടെ എത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഭാഗത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് വനത്തിനുള്ളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാത്രി തന്നെ വലിയ മലവെള്ളപ്പാച്ചിൽ ഈ ജനവാസ മേഖലകളിലേക്ക് അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൂമ്പാകുളത്താണ് ഈ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് മൂലം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ ഭാഗത്ത് വലിയ കല്ലുകളും മണ്ണും ഒക്കെ റോഡിലേക്ക് പതിച്ചിരിക്കുന്ന കാഴ്ചയും ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാവുകയും
പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുന്നത് ഇത്രത്തോളം നാശനഷ്ടങ്ങളാണ്, ഇത്രത്തോളം ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ആശ്വാസത്തിൻ്റെതാകുമെന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത്. ജില്ലാ ഭരണകൂടം അടക്കം ആ രീതിയിലാണ് പ്രതികരണം നൽകിയിരിക്കുന്നത്. മഴയുടെ ശക്തി കുറയും, നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഇതിനോടകം തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്തായാലും ബാക്കി തുടർ നടപടികൾ, രക്ഷാപ്രവർത്തനമാണ് പ്രാഥമികമായിട്ടും നടത്തേണ്ട നടപടികൾ. അത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. സ്വയമായിട്ട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നദികളിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ കാഴ്ചക്കാരായിട്ടൊക്കെ തന്നെ എത്തി ഈ നദികളുടെ പരിസരങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കനത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അവരവിടെ നിന്ന് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് തന്നെ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ രീതിയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റ് കൂടുതൽ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം ജില്ലയിലില്ല, അല്ലെങ്കിൽ മറ്റു ഒരു ഗുരുതരമായിട്ടുള്ള അപകടത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. എന്തായാലും ജാഗ്രത അത് ഒരിക്കലും കൈവിടരുതെന്നുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവരിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീ പഴകുളം മധു റാന്നി MLA നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ പഴകുളം മധു, ഇപ്പോൾ കനത്ത മഴയാണ് ജില്ലയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. ജനജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്? ഒപ്പം വരും മണിക്കൂറുകളിലും കനത്ത മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ജാഗ്രതയിലുമാണ്? ഇപ്പോ ഈ റാന്നിയുടെ കിഴക്കൻ പ്രദേശമായിട്ടുള്ള സീതത്തോട് ചിറ്റാറ് ഭാഗത്ത് കനത്ത മഴയാണ് ഇപ്പോഴും. അപ്പൊ അവിടെ മഴ പെയ്താൽ ഒരു മണിക്കൂറിനകം ഇപ്പോ റാന്നി ഇട്ടിയപ്പാറയിലും റാന്നിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള വെള്ളം വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. ഇപ്പൊ തന്നെ ഇട്ടിയപ്പാറയാണ് റാന്നിയുടെ പ്രധാനപ്പെട്ട ടൗൺ. അവിടെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. കടകളെല്ലാം സാധനങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടകൾ, ആൾക്കാരില്ലാത്ത കടകളിലെ പൂട്ട് പൊളിച്ച് അവരുടെ സാധനങ്ങൾ മുകൾ നിലയിലേക്കും മറ്റും മാറ്റാൻ ഞങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും എല്ലാ ഭാഗത്തും. അതുപോലെ കോട്ടാങ്കൽ എന്ന് പറയുന്ന റാന്നി നിയമസഭത്തിന്റെ പടിഞ്ഞാറ് അതിർത്തിയുള്ള കോട്ടാങ്കൽ പഞ്ചായത്ത്, കോട്ടാങ്കൽ ടൗൺ സമ്പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. കുരുമ്പംമൂഴി എന്ന് പറയുന്ന പ്രദേശം വെള്ളത്തിൽ മുങ്ങി. വടശ്ശേരിക്കര, അവിടെ അക്സസ് നഷ്ടപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി. റാന്നി ടൗണിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ അവസാനിച്ചു, വെള്ളത്തിൽ മുങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു വളരെ ഭീതികരമായ അന്തരീക്ഷമാണ്. 2018 പ്രളയമുണ്ടായപ്പോൾ എപ്രകാരമാണോ റാന്നി ഒറ്റപ്പെട്ടു പോയത്, അതേ ഒരു ഭീതികരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അവിടുത്തെ ജനങ്ങളേക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബോട്ടുകൾ വരണം, എങ്കിൽ മാത്രമേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ പരിമിതമായ സൗകര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ജില്ലാ ഭരണകൂടം അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബോട്ടുകൾ ഇതുവരെ എത്തിയിട്ടില്ല. ബോട്ടുകൾ വന്നാൽ മാത്രമേ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ, ഇപ്പൊ കുടുങ്ങി കിടക്കാന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ ഇൻഫർമേഷൻ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഒരു പൂർണ്ണമാകുമ്പോഴേക്കും കൂടുതൽ നമുക്ക് സൗകര്യങ്ങൾ ആവശ്യമായി വരും. അതാണിപ്പോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ പഴകുളം മധു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പലയിടങ്ങളിലും ഇപ്പോഴും കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒപ്പം പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണോ ജനങ്ങളോട് പറയേണ്ടത്? പോയാൽ നമുക്ക് ഒരു സൗകര്യം ഏർപ്പെടുത്താൻ കഴിയില്ല. പരിഭ്രാന്തരാകാതെ സഹായം തേടുക എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളത്. സഹായം തേടുക, സഹായം ഞങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥന്മാരോടും ആവശ്യപ്പെട്ട് സഹായം തേടുക. പരമാവധി സഹായം അവർക്കെല്ലാം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വമേധയാ ആരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടരുത്. ഇത്തരം നിർദ്ദേശങ്ങളാണ് എനിക്ക് ഇപ്പോൾ നൽകാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ പഴകുളം മധു, ഈ ഒരു സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം പരിഭ്രാന്തി വേണ്ട, എങ്കിലും കനത്ത ജാഗ്രത വേണം. അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ അത് അതേപോലെ പാലിക്കുക. കാരണം ഒരു സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തകരെത്തി അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്നു മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതനുസരിക്കുക. പലപ്പോഴും ഇത്തരം നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോഴും അവഗണിക്കാറാണ് പതിവ്. അയ്യോ, ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതെ കൂടുതൽ എന്തെങ്കിലും മഴ പെയ്യുകയാണോ, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം ഒലിച്ചു വരികയാണോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മാറിക്കോളാം എന്നൊക്കെയാണ് പലരും പറഞ്ഞ് പോകാറ്. കാരണം ഒരു വീടുകളിൽ നിന്നും അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പല സാധനങ്ങളും കൊണ്ടുപോകേണ്ടതുണ്ട്. അത് മടിച്ചിട്ട് പലരും മാറാതിരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്ത് കൃത്യമായ
ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. കാരണം അതോടൊപ്പം നിങ്ങളുടെ തന്നെ ഈ രക്ഷയ്ക്ക്, സ്വയം കുടുംബത്തിന്റെ രക്ഷയ്ക്ക് സ്വയം വേണ്ടിയാണ് അവർ പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി അതെ. പുറപ്പെടരുത് എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കുക അല്ലേ? അതെ, ജനപ്രതിനിധികളെ കാര്യങ്ങൾ അറിയിക്കുക, പോലീസ് ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ അറിയിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കുക, അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്ന് തന്നെയാണ് ശ്രീ പടകുളം മധു MLA പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിക്കേണ്ടതുമുണ്ട്.